ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ അറിയിക്കുന്നത്. വളരെ സങ്കടത്തോടെയാണ് ഒരു ശിശുദിനമായിട്ടുള്ള ഇന്ന് 10ഉം 50ഉം പിള്ളേരായിട്ട് വന്ന വാഹനമാണ്. നിങ്ങളത് കാണണം. വാഹനത്തിൻ്റെ ബാക്കിലെ വീല് പൂർണ്ണമായിട്ട് ഊരിപ്പോയേക്കാണ്. പൂർണ്ണമായിട്ടും 2 വീല് ഊരി പോവാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും കുഞ്ഞുങ്ങളെ ആയിട്ടാണ് ഈ വാഹനം ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ടിൽ ഒരു തലനാരിഴയ്ക്കാണ് ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിരുന്നത് കായലിലേക്ക് പോകാതെ. ഇതൊക്കെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ആയിട്ട് പോയ വാഹനമാണ്. 2 വീല് ഊരിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളതിനകത്ത് പറയുക? നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം. സ്കൂളിൽ പൈസ ഫീസ് 2000-ഉം 3000 രൂപയും കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ബസ്സിൽ വിട്ടിട്ട് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുക? എന്ത് കാരണത്തിനാണ് വിശ്വസിച്ചിരിക്കുക? ഒരു സ്കൂൾ ബസ്സാണ്, വർഷങ്ങളോളം പഴക്കമുണ്ട്. അവർ തട്ടിയും മുട്ടിയും പെയിൻറ്റും അടിച്ച് സ്കൂൾ ബസ്സാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ നിന്നും മാതാപിതാക്കളുടെ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം. ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഇത് അപകടം ഉണ്ടായല്ലോ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കണം. നടപടി എടുക്കാതിരിക്കരുത്. മൊത്തം ടയർ ഊരിപ്പോയേട്ടാ, വണ്ടി ചേർക്കും പിള്ളേർ. തണ്ണീർമുക്ക ഇത് നമ്മൾ ആൾക്കാർ പ്രതികരിക്കണത്. കുഞ്ഞുങ്ങൾ 50 പേരോളം കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ 2 വീല പുറകിൽ ഊരിപ്പോയി. ഒരു കുറച്ച് പുറകിലായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം പോയാലായിരുന്നോ? നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം. ഈ സ്കൂളൊക്കെ ഉണ്ടല്ലോ, വെറുതെ 2000-3000 രൂപ ഫീസും മേടിച്ച് ഈ ഇതുപോലുള്ള പകരപ്പാട്ട വണ്ടി പെയിന്റ് അടിച്ചു വിടുക. ആൾക്കാർ പ്രതികരിക്കണം. പ്രതികരിക്കുക വേണ്ടേ? കാണുന്നവരെല്ലാം മാക്സിമം ഈ സ്കൂളിനൊക്കെതിരെ നിയമ നടപടി എടുക്കണം. നിയമ നടപടി. 10-20 കുഞ്ഞുങ്ങൾ എന്ത് വിശ്വസിച്ചാണ് വീട്ടുകാർ നമ്മൾ സ്കൂളിലോട്ട് വിടുക? കണ്ടു നോക്ക്. ഒരു തലനാരിടയ്ക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം കായലിൽ പോയാനെ.